ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കുടുംബത്തിലേക്ക് പോയി. 10-60 വയസ്സുള്ള ഒരു പ്രവാസിയായ ഒരു സഹോദരൻ തൻ്റെ 3 പെൺകുട്ടികളെ അദ്ദേഹം നല്ല രൂപത്തിൽ ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ ഈ പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ആ വൃദ്ധ പിതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, മോനെ, ഞങ്ങൾ താമസിക്കുന്ന ഈ വീട് നമുക്കാകെയുള്ളൂ. പിന്നെ ഞാൻ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 10-15 പവൻ്റെ സ്വർണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കല്യാണം ഒരു മാന്യമായ രൂപത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും നടത്താം. കടം വാങ്ങിയെങ്കിലും നല്ല രൂപത്തിലത് നിങ്ങൾക്കെല്ലാം ഭക്ഷണം തന്ന് ഒരു നന്നായിട്ട് എൻ്റെ മകളെ അയക്കാം. അപ്പോഴാണ് ആ മകൻ ആ ഉപ്പയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത്, ഉപ്പ ഈ മകൾക്ക് കൊടുത്തത് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. കുട്ടിയെ ഒരു നല്ല രൂപത്തിൽ വളർത്തിയെടുത്തു. ഈ കാണുന്ന ബിൽഡിങ്ങോ ഉപ്പ പാടുപെട്ട് സമ്പാദിച്ച സ്വർണമോ എൻ്റെ പങ്കാളിക്ക് താങ്കൾ കൊടുക്കണ്ട. ഈ വിവാഹത്തിന് അതിന് വില പറയണ്ട. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വിവാഹമെന്ന് പറയുന്നത് ഒരു വരൻ പെൺകുട്ടിക്ക് അങ്ങോട്ടേക്ക് മഹർ കൊടുക്കുന്ന, അങ്ങോട്ടേക്ക് സംതൃപ്തമായി മഹർ കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് ഇത്ര വേണമെന്ന് പറയുന്ന ഒരു അവകാശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പെൺകുട്ടിക്ക് അള്ളാഹു നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ വിഷമിക്കേണ്ട. ഞാൻ വാടക വീട്ടിലാണ് കഴിയുന്നതെങ്കിലും നിങ്ങളെയും കുടുംബത്തെയുമൊക്കെ ഞാൻ നിങ്ങളെ സൽക്കരിക്കാം. ഉപ്പ അതിനു വേണ്ടി ഓഡിറ്റോറിയം ഒന്നും എടുക്കണ്ട. ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ഉപ്പയുടെയും നമ്മുടെയും ഒക്കെ കുടുംബക്കാരായി ഒരു 10-200 പേര് ഒരു ലളിതമായ ഒരു സൽക്കാരം, ആ സൽക്കാരത്തിന് ഞാനും പങ്കെടുത്തു. അവിടെ നിന്ന് ഹൃദയ നിഷ്കളങ്കമായി ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അന്ന് മുതൽ തുടങ്ങുന്ന അവരുടെ ജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൽ മരണത്തിനപ്പുറം പരലോകത്തും സന്തുഷ്ടമായിരിക്കും. ആ നവമിഥുനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏതൊരു വിവാഹത്തിൽ പങ്കെടുത്താലും ഒരു പിതാവ് വളരെ പ്രയാസപ്പെട്ട് നൊമ്പരപ്പെട്ട് നമുക്ക് ഭക്ഷണമൊരുക്കി നീറുന്ന മനസ്സോടെ ഒരു മകളെ ഒരു വരനിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഓഡിയൻസായി അല്ലെങ്കിൽ വിവാഹത്തിൽ പോകുന്ന നാം ഓരോരുത്തരും ആ നവമിഥുനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ